ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ എക്സ്റ്റർ നൈറ്റ് എഡിഷനെ പറ്റിയാണ്. അപ്പോൾ നമുക്കിത് പറഞ്ഞു തരാൻ രാജേശ്വരിയാണ് കൂടെ ഉള്ളത്. അപ്പം നമുക്ക് നൈറ്റ് എഡിഷൻ വന്നപ്പോഴത്തേക്ക് നോർമൽ ഇതോട്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് കളർ ചേഞ്ചിൽ തന്നെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് നോർമൽ എക്സ്റ്ററിനകത്ത് ബ്ലാക്ക് കളർ ഇല്ലായിരുന്നു. ഇപ്പോൾ നൈറ്റ് എഡിഷനകത്ത് നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ബ്ലാക്ക് കളറാണ്. പിന്നെ അതിൻ്റെ ലോഗോ ഈ ഒരു എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഗോ ആൻഡ് എക്സ്റ്ററിൻ്റെ ബാഡ്ജിങ് ഇത് രണ്ടും ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത്. നോർമൽ എക്സ്റ്ററിന് ഈ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ അല്ല. പിന്നെ വരുമ്പോഴത്തേക്കും താഴേക്ക് സ്കിഡ് പ്ലേറ്റിൽ തന്നെ മെയിനായിട്ട് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ബ്ലാക്ക് സ്കിഡ് പ്ലേറ്റ്സാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു റെഡ് ഇൻസേർട്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്? സൈഡ് പ്രൊഫൈലിൽ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് സ്കിഡ് പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് നോർമൽ എക്സ്റ്ററിനകത്ത് വരുന്നില്ല. അപ്പൊ അതൊരു അഡീഷണൽ ഫീച്ചർ തന്നെയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അലോയ്സാണ് വരുന്നത്. അതെ, നൈറ്റ് എഡിഷൻ ആ ഒരു തേം കൊണ്ടുവരാനായിട്ട് തന്നെ ഒരുപാട് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്? ബാക്ക് സൈഡിൽ മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് എഡിഷന്റെ ഒരു ബാഡ്ജിങ് തന്നെയാണ് സ്പെഷ്യലായിട്ട് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ് ആ ഒരു ലോഗോയും എക്സ്റ്ററിന്റെ ബാഡ്ജിങ്ങും ബ്ലാക്ക് കളർ തന്നെ വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു റെഡ് ഇൻസേർട്സ് അത് നമ്മൾ ബാക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ കളറും ബ്ലാക്ക് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് തേം ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പം സീറ്റ് കവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് വന്നിട്ട് അതിൽ റെഡ് ഇൻസേർട്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഡാഷിലും ഈ ഒരു AC വെന്റിലും ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് റെഡ് ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് മാറ്റ് വരുന്നതും ബ്ലാക്ക് വിത്ത് റെഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അത് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നല്ലേ? അല്ല, നോർമൽ ആ ഒരു ബ്ലാക്ക് കളർ മാത്രമേ വരുന്നുള്ളായിരുന്നു. അത് കണക്ക് തന്നെ സീറ്റ് കവറിൽ വരുന്ന കളറും ഡിഫറൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗിയർ ബോക്സിന്റെ ഭാഗത്തായാലും ബ്ലാക്ക് ലെതർ വന്നിട്ട് അതിൽ റെഡ് ഇൻസേർട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്? ബാക്ക് സൈഡിലും മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് ഈ ഒരു AC വെന്റിന്റെ അവിടെ റെയർ AC വെന്റിന്റെ അവിടെയും ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സീറ്റിംഗിൽ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട അതേപോലെ തന്നെയാണ് സീറ്റിംഗ് വരുമ്പോഴത്തേക്കും ബ്ലാക്കും വിത്ത് റെഡ് ഇൻസേർട്സ് ആണ് വരുന്നത്. നമുക്ക് നൈറ്റ് എഡിഷൻ ഏതൊക്കെ വേരിയന്റുകളാണ് വരുന്നത്? ടോട്ടലി നമുക്ക് 2 വേരിയന്റ്സിലാണ് വരുന്നത്. ഒന്ന് SX നൈറ്റ് എഡിഷനും പിന്നെ ഒന്ന് SX ഓപ്ഷൻ കണക്ട് നൈറ്റ് എഡിഷനും. ഈ 2 വേരിയന്റിൽ മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ഈ 2 വേരിയന്റിന്റെ പ്രൈസ് ഒന്ന് പറയാമോ? പ്രൈസ് നമുക്ക് SX മാനുവൽ വേരിയന്റ്സിനാണെന്നുണ്ടെങ്കിൽ 8,38,200 രൂപയും അതണക്കനെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 9,05,200 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫിനാൻസിന്റെ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് നമുക്ക് ഓൺ റോഡിന്റെ 90 to 95% വരെയും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 2 മുതൽ 4 ആഴ്ച വരെയാണ് വണ്ടിയുടെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്.